ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മായയും ഐശ്വര്യയുമാണ്. ആ കുടുംബത്തിനോടുള്ള പക എനിക്ക് ഇതുവരെ മാറിയിട്ടേയില്ല, കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. ശ്യാമയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ ഐശ്വര്യയ്ക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടതെന്ന് മായ ചോദിക്കുന്നു. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, അവൾക്ക് നല്ല ഛർദിലായിരുന്നു. ഛർദില് മാറാൻ വേണ്ടി അവര് ഡോക്ടറെ പോയി കാണിച്ചിരുന്നു. ഞാൻ ആ ഗുളിക മാറ്റി കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുത്ത് വെച്ചു. ഇത് കേൾക്കുന്ന മായ ചോദിക്കുകയാണ്, എന്താ ഐശ്വര്യ ഇത് പിള്ളേര് കളിയാണോ? അവളുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയാണോ വിറ്റാമിൻ ടാബ്ലറ്റ് ഒക്കെ എടുത്തു വെച്ചത്? ഒരു കാര്യം ചെയ്, ഐശ്വര്യ എന്താണെങ്കിലും എൻ്റെ ഒപ്പം വാ. എങ്ങോട്ടേക്കാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ശ്യാമയുടെ ഗർഭം നമുക്ക് ഇല്ലാതാക്കണം, അതുകൊണ്ട് ഐശ്വര്യ വരാൻ മായ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും മായയും കൂടി ഒരു സ്വാമിയുടെ അടുത്ത് വന്നിരിക്കുന്നതാണ്. തുടർന്ന് മായ പറയുകയാണ്, സ്വാമി ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒരുത്തിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കണം. അതിന് മരുന്നോ മന്ത്രമോ എന്താണെന്ന് വെച്ചാൽ സ്വാമി ചെയ്തു തരണം. എന്ത് ചെലവാണെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കുമെന്നും മായ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, മായ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എത്ര രൂപ വേണമെങ്കിലും തരാം, പക്ഷേ കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കി തരണം. തുടർന്ന് സ്വാമി പറയുകയാണ്, ദിവ്യദൃഷ്ടിയിൽ എനിക്ക് വെളിപാടുണ്ടാകുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നോളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൈകൂപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരത്തെ ധ്യാനത്തിന് ശേഷം ആ സ്വാമി പറയുകയാണ്, കിട്ടി. ഇത് കേൾക്കുന്ന ഐശ്വര്യയും മായയും ഞെട്ടലോടെ സ്വാമിയെ നോക്കുമ്പോൾ ആ സ്വാമി തന്റെ ശിഷ്യനോട് ആ ദിവ്യ ഔഷധം എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. സ്വാമി, ഗർഭം കലക്കുന്ന കാര്യം നടക്കുമല്ലോ എന്ന് മായ ചോദിക്കുമ്പോൾ നടക്കുമെന്നും ഞാൻ പൂജിച്ച് സംഭരിച്ചിരിക്കുന്ന ആ ദിവ്യ ഔഷധം ആ കർമ്മം നിർവഹിച്ചിരിക്കുമെന്നും ആ സ്വാമി പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യയ്ക്കും മായയ്ക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് ആ സ്വാമിയുടെ ശിഷ്യൻ ഒരിലയിൽ ഔഷധവുമായിട്ട് വരികയാണ്. ഇത് കാണുന്ന മായയും ഐശ്വര്യയും അത്ഭുതത്തോടെ ഔഷധത്തിലേക്ക് നോക്കുമ്പോൾ ആ സ്വാമിയുടെ ശിഷ്യൻ ടെൻഷനോടെ അവരെ നോക്കുകയാണ്. തുടർന്ന് ഐശ്വര്യയുടെ കയ്യിലേക്ക് മരുന്ന് നൽകിയിട്ട് സ്വാമി പറയുകയാണ്, ഇതിന്റെ പകുതി പാലിലോ കഴിക്കുന്ന ഭക്ഷണത്തിലോ ചേർത്ത് നൽകിയാൽ മാത്രം മതി. ഒരു വട്ടം കൊടുത്താൽ ഫലം കാണേണ്ടതാണ്, അഥവാ ഫലമില്ലെങ്കിൽ മുഴുവനായി കൊടുത്തോളൂ. വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഉചിതമായ ദക്ഷിണ നിങ്ങളും തരണം. പണമോ സ്വർണമോ എന്തായാലും കുഴപ്പമില്ലെന്ന് സ്വാമി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യയും മായയും. അത് പിന്നെ എന്റെ കാർമ്മികത്തിൽ ഒരു അനാഥാലയം പണിയുന്നുണ്ട്, അതിന്റെ ചിലവിലേക്കാണെന്ന് സ്വാമി പറയുമ്പോൾ ആ ശിഷ്യൻ സ്വാമിയെ നോക്കുന്നു. അപ്പോൾ സ്വാമി കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്ന് ഐശ്വര്യ തന്റെ കയ്യിൽ നിന്നും ഒരു വളയൂരി ആ സ്വാമിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ വലിയ ബിസിനസ്സുകാരിയാണെന്ന് മായ പറഞ്ഞിരുന്നു, ഞാൻ പണവും സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഐശ്വര്യ തന്റെ ബാഗിൽ നിന്നും പണമെടുത്ത് സ്വാമിക്ക് നൽകുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ ശിഷ്യൻ പറയുകയാണ്, ഇന്ന് കോൾ അടിച്ചല്ലോ. പിന്നെ നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത് ഉഗ്രമായ വിഷമാണ്. ആള് തട്ടിപ്പോയാ നമുക്ക് പണിയാകുമെന്ന് ശിഷ്യൻ പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് മുങ്ങുമെന്ന് ആ സ്വാമി പറയുന്നു. നീ ഒരു കാര്യം ചെയ്, ഈ പണം വെച്ചിട്ട് ഒരു കുപ്പിയും ചിക്കൻ കാലും നട്ട്സും ഒക്കെ മേടിച്ചു കൊണ്ടുവാ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ കുളിച്ച് താഴേക്ക് വരുമ്പോൾ ശ്യാമയ്ക്കുള്ള ചായയുമായി ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വസുന്ധര. ഇന്നാ മോളെ, ഇത് ലെമൺ ടീ ആണ്, മോള് കുടിച്ചാലേ ക്ഷീണത്തിനൊക്കെ കുറവുണ്ടാകും. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ അത്ഭുതത്തോടെ വസുന്ധരയെ നോക്കുകയാണ്. മോളെ, യാത്രയിലെല്ലാം നല്ല കെയർ വേണം, പിന്നെ തണുത്ത ഭക്ഷണമൊന്നും കഴിക്കണ്ട. മോൾ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, അമ്മ ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. വേണ്ടമ്മേ, ഞാൻ ഛർദ്ദിക്കുമെന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് വസുന്ധര ശ്യാമയെ മുറിയിലേക്ക് അയക്കുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, അമ്മയുടെ വായിൽ നിന്നും തേനാണല്ലോ ഒഴുകുന്നത്, അവളുടെ വയറ്റിലുള്ള കുഞ്ഞാണ് ഇതിൻ്റെയൊക്കെ കാരണം, അതിനെ ഇപ്പൊ തന്നെ നശിപ്പിക്കണം. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ശ്യാമയ്ക്ക് വേണ്ടി ഓട്സ് ഉണ്ടാക്കുന്ന വസുന്ധരയാണ്. അതേസമയം അമൃത അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ അമ്മേ, അമ്മ എന്ത് ചെയ്യുവാണെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് ഓട്സ് ഉണ്ടാക്കുകയാണെന്ന് വസുന്ധര പറയുന്നു. അമ്മേ, ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതല്ലേ, ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും പിടിച്ചില്ലെങ്കിലോ, ഓട്സ് ആകുമ്പോൾ കുഴപ്പമില്ല. ഇത് കേൾക്കുന്ന അമൃത ശരിവെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം ഐശ്വര്യ ഔഷധവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്താണെങ്കിലും അമൃതേട്ടത്തി പോയി, ഇതല്പം ഇട്ടാലേ ശ്യാമയുടെ കാര്യത്തിലും തീരുമാനമാകും. അതേസമയം വസുന്ധരയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും വസുന്ധര പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ആ തക്കത്തിന് ഐശ്വര്യ അടുക്കളയിലേക്ക് കയറുകയാണ്. തുടർന്ന് ആ ഓട്സിന്റെ പാത്രം തുറന്ന് അതിലേക്ക് ആ ദിവ്യ ഔഷധം ഇടുകയാണ് ഐശ്വര്യ. ശ്യാമേ, നിന്റെ വയറ്റിലുള്ള കുഞ്ഞല്ലേ എല്ലാത്തിന്റെയും കാരണം, ഇല്ലാതാകുമ്പോ അമ്മ നിന്നെ വെറുത്തോളും, അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഐശ്വര്യ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.